ഹലോ ഗൈസ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ടീരിയൽ ജെനറ്റിക്സ് ആണ്. ബാക്ടീരിയൽ ജെനറ്റിക്സ് നമുക്കറിയാം കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്നാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ മ്യൂട്ടേഷൻ ചോദിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ എന്താ ഡെഫിനേഷൻ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതിൻ്റെ മ്യൂട്ടേഷൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻസും ഒക്കെ പറയുന്നുണ്ട്. ദെൻ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ, ജീൻ ട്രാൻസ്ഫറിൻ്റെ 4 മെത്തേഡ്സ് പറയുന്നുണ്ട് ഇതിൽ. ദറ്റ് ഇസ് ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ട്രാൻസ്ഡക്ഷൻ, ലൈസോജനിക് കൺവേർഷൻ ആൻഡ് കോൺജുഗേഷൻ. സോ ഇതാണ് 4 മെത്തേഡ്സ്. ആൻഡ് ഈ 4 മെത്തേഡ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ. Mutation. So definition for mutation is a random undirected heritable variation caused by a change in the nucleotide sequence of the genome of the cell. So what is a genome of the cell? DNA ആണ് ഉദ്ദേശിക്കുന്നത്. genome of the cell എന്ന് പറയുമ്പോൾ DNA എന്ത് സംഭവിക്കുക, ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. എവിടെ? ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റാൻഡം ആൻഡ് അൺഡിറക്റ്റഡ് ഹെറിറ്റബിൾ വേരിയേഷൻ. ഹെറിറ്റബിൾ വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ത്രൂ ജനറേഷൻ, ഫ്രം വൺ ജനറേഷൻ ടു അതർ ജനറേഷൻ പാസ് ഓൺ ചെയ്യുന്നുണ്ട്. ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻ, ദാറ്റ് ഈസ് എ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഈസ് എ റാൻഡം undirected heritable variation caused by a change in the nucleotide sequence of the genome of a cell. Mutations are of two ways. Mutation occurs in two ways, that is spontaneous mutation and induced mutation. Spontaneous mutation എന്ന് പറയുമ്പോൾ എന്താ, mutation that occurs naturally in a dividing cell that arises occasionally without adding any mutation. mutation ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് ഒരു ഡിവൈഡിങ് സെല്ലിൽ വരുന്ന മ്യൂട്ടേഷനെയാണ് എന്ത്, സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ദാറ്റ് ഇസ് എ മ്യൂട്ടേഷൻ ദാറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ഇൻ എ ഡിവൈഡിങ് സെല്ലിൽ വരുന്ന സ്പോണ്ടേനിയസ് മ്യൂട്ടേഷൻ, ദാറ്റ് ഇസ് നാച്ചുറൽ മ്യൂട്ടേഷനാണ്. ഒക്കേഷണലി വിത്തൗട്ട് ആഡിങ് എനി മ്യൂട്ടേഷൻ. ദെൻ ഇൻഡ്യൂസ്ഡ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി, വിത്തൗട്ട് ആഡിങ് എനി മ്യൂട്ടേഷൻ ആണെങ്കിൽ ഇത് സ്പോണ്ടേനിയസ് ആണെങ്കിൽ, വിത്ത് ആഡിങ് എ മ്യൂട്ടേഷൻ ആണെങ്കിൽ എന്താ, ഇത് ഇൻഡ്യൂസ്ഡ് ആയി. ദാറ്റ് ഇസ് എക്സ്പോഷർ ഓഫ് ദി ഓർഗാനിസം ടു എ മ്യൂട്ടാജൻറ്റ് ആൻഡ് ഏജൻറ്റ് കേപ്പബിൾ. വാട്ട് ഇസ് എ മ്യൂട്ടാജൻറ്റ്? ഇറ്റ്സ് ആൻ ഏജൻറ്റ് കേപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് mutagenesis. That is induced mutation. That is mutation on the other hand are as a result of exposure of the organism to a mutagen and agent capable of inducing mutagenesis. Example ആയിട്ട് ഫിസിക്കൽ ഏജൻറ്റ് ഉണ്ട്, കെമിക്കൽ ഏജൻറ്റ് ഉണ്ട്. ഫിസിക്കൽ ഏജൻറ്റ് ലൈക്ക് UV റേഡിയേഷൻ, ദെൻ സൈറ്റോസിൻസ് ആൻഡ് തയമീൻ. കെമിക്കൽ ഏജൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽക്കലേറ്റിംഗ് ഏജൻറ്റ്സ് ആണ്, ലൈക്ക് അക്രിഡിൻ ഡൈ. Mutation can affect any genome and causes modification. It can modify and make some characteristic changes of bacteria. Like for example, sensitivity of bacteriophage. ബാക്ടീരിയത്തിലുള്ള characteristic changes ഉണ്ടാക്കും mutations. ഓക്കെ, അത് മോഡിഫിക്കേഷൻ നടത്തുന്നതാണ്. എന്തൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ടാവും ബാക്ടീരിയയിൽ, അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാക്ടീരിയയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കും. സെൻസിറ്റിവിറ്റി ഓഫ് ബാക്ടീരിയോഫേജിനോട് ചേഞ്ചസ് ഉണ്ടാക്കും. സെൻസിറ്റിവിറ്റി ഓഫ് ബാക്ടീരിയോഫേജ്, then loss of ability to produce capsules or flagella, loss of virulence, alteration in the colony morphology, alteration in the pigment production, drug susceptibility, biochemical reaction and antigenic structure. ഇത്രയും ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയയിൽ. Mutations are classified into two ways. In two ways ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്മോൾ സ്കെയിൽ മ്യൂട്ടേഷനും ലാർജ് സ്കെയിൽ മ്യൂട്ടേഷനും. സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താ, പോയിന്റ് മ്യൂട്ടേഷനും അല്ലെങ്കിൽ അഡീഷൻ ഓർ ഡിലീഷൻ ഓഫ് എ സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പെയർ, അതാണ് സ്മോൾ സ്കെയിൽ മ്യൂട്ടേഷൻ. ലാർജ് സ്കെയിൽ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിലീഷൻ ഓർ അഡീഷൻ ഓഫ് സെവറൽ ന്യൂക്ലിയോട്ടൈഡ് ബേസ് പെയർസ് ഓഫ് ജീൻ ഡ്യൂപ്ലിക്കേറ്റ്സ്. അപ്പോൾ ജീൻ ഡ്യൂപ്ലിക്കേഷൻ്റെ സെവറൽ ബേസ് പെയർസിനെയാണ് ആഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എസ് ലാർജ് സ്കെയിൽ മ്യൂട്ടേഷൻ. Then detection and isolation of mutant. That is, mutation can be recognized by both by genetic and phenotypic methods. Which are the methods? Gene sequencing. Phenotypic method includes fluctuating test, replica plating test and Ames test. Horizontal transfer. Horizontal transfer 4 പറയുന്നുണ്ട്, which includes transformation, that is uptake of naked DNA by the bacteria. Then transduction is through bacteriophage, lysogenic conversion, then conjugation. Conjugation is the plasmid mediated via conjugation tube. That is conjugation. First is transformation. What is a transformation? Transformation is defined as a process of random uptake of free or naked DNA fragment from the surrounding media by the bacterial cell and incorporation of this DNA fragment into its chromosome in a heritable form. ഇവിടെ എന്ന് പറയുമ്പോൾ എന്ത് നടക്കുന്നത്, പ്രോസസ് ഓഫ് റാൻഡം അപ്ടേക്ക് ഓഫ് ഫ്രീ ഓർ നേക്കഡ് DNA ഫ്രാഗ്മെന്റ് ഫ്രം ദി സറൗണ്ടിങ് മീഡിയ ബൈ ദി ബാക്ടീരിയൽ സെൽ ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ്. ഇപ്പോൾ ഇവിടെ ഒരു ബാക്ടീരിയൽ സെൽസ് ഉണ്ട്. ഈ ബാക്ടീരിയൽ സെൽസിന് എന്തുണ്ട്, ഈ ഒരു DNA ഫ്രാഗ്മെൻറ്റ് ഉണ്ട്. ഈ DNA ഫ്രാഗ്മെൻറ്റ് എന്നുള്ളത് ഒരു സറൗണ്ടിങ് മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് ലൈസസ്, ഈ ബാക്ടീരിയക്ക് എന്തോ ലൈസസ്, ഒരു ഹീറ്റൊക്കെ കൊടുത്തപ്പോൾ ഇത്
കില്ലായി പോയപ്പോൾ അതിനകത്തുള്ള ഈ DNA ഉണ്ടല്ലോ, ഈ DNA പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു, സറൗണ്ടിങ് മീഡിയത്തിലെത്തി. ഇവിടെ വേറൊരു ലൈവായിട്ടുള്ളൊരു ബാക്ടീരിയ ഉണ്ടായിരുന്നേ. ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ വന്ന DNA ഫ്രാഗ്മെൻറ്റിനെ എടുക്കും. Okay, that is transformation is a process of random uptake of free or naked DNA fragments from the surrounding medium by a bacterial cell and incorporation of this DNA fragment into its chromosome in a heritable form. Once it is introduced, ഇത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു ബാക്ടീരിയ ബൈനറി ഫിഷൻ വഴി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ 2 ഡിവിഷനിലും കാണും ഈ ഒരു DNA പ്രസൻസ്. ദാറ്റ് ഈസ് heritable എന്ന് പറഞ്ഞത്. ഓക്കെ, പ്രോസസ് ഓഫ് റാൻഡം അപ്ടേക്ക് ഓഫ് ഫ്രീ ഓർ നേക്കഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം ദി സറൗണ്ടിങ് മീഡിയ ബൈ എ ബാക്ടീരിയൽ സെൽ ആൻഡ് ഇൻകോപ്പറേഷൻ ഓഫ് ദിസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ടു ഇറ്റ്സ് ക്രോമോസോം ഇൻ എ ഹെറിറ്റബിൾ ഫോം. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കറിങ് ഇൻ കേസ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ്, ബാസിലസ്, ഹീമോഫിലസ്, നിസേറിയ, അസിനെക്ടോബാക്ടർ ആൻഡ് സ്യൂഡോമോണസ്. ദീസ് ആർ ദി നാച്ചുറൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ബാക്ടീരിയസ്. Now mechanism of transformation. When bacteria lies, they releases large amounts. So bacteria lysis സംഭവിക്കും, ബാക്ടീരിയ കില്ലായി പോകും. അപ്പോൾ അത് എന്ത് ചെയ്യും, ലൈസിസ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ സെൽ വോളൊക്കെ ബ്രേക്ക് ആവും, അങ്ങനെ അതിൻ്റെ ഉള്ളിലെ കണ്ടൻറ്റ് പുറത്ത് വരും. സോ വെൻ ബാക്ടീരിയ ലൈസ്, ദ റിലീസസ് ലാർജ് എമൗണ്ട് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇൻ ടു സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. ഓക്കെ, അത് കില്ലാകുമ്പോൾ എന്ത് പറ്റും, അത് ഓപ്പൺ ചെയ്തിട്ട് എന്ത് പറ്റും, സെൽ വോൾസ് ബ്രേക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടൻസ് ഒക്കെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസായി, ലാർജ് എമൗണ്ട് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഒക്കെ റിലീസായി, വിച്ച് ക്യാൻ ബി ടേക്കൺ ബൈ ദി ബാക്ടീരിയ പ്രസൻറ്റിങ് ഇൻ ദി സറൗണ്ടിങ്ങിലുള്ള ബാക്ടീരിയസിനകത്തൊക്കെ എടുക്കാൻ പറ്റും. ആ DNA അവർ ടേക്ക് ചെയ്യും. ആൻഡ് സം ബാക്ടീരിയാസ് ദേ എക്സ്പ്രസസ് എ ട്രാൻസ്ഫോർമേഷൻ promoting factor called competence factor can uptake DNA fragment from any bacteria. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയാസ് ഒന്നെങ്കിൽ സെയിം സ്പീഷീസിലുള്ള ബാക്ടീരിയാസിനെ ഡയറക്റ്റ് അപ്ടേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ദി ബാക്ടീരിയാസ് വിത്ത് കോമ്പറ്റൻസ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രൊമോട്ടിംഗ് ഫാക്ടറാണ്. ആ ഫാക്ടറുള്ള ഏതൊരു ബാക്ടീരിയയ്ക്കും വേറെ ഏതൊരു സ്പീഷീസ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയുടെ DNA fragments uptake ചെയ്യാൻ സാധിക്കും. And whenever the bacteria that lack competence factor can uptake DNA fragments only from the same or related species, but not from the other species. So competence factor ഇല്ലെങ്കിൽ എന്ത് പറ്റും, ബാക്ടീരിയയ്ക്ക് എടുക്കാൻ പറ്റും DNA fragment from the surrounding environment, but സെയിം സ്പീഷീസിൻ്റെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കോമ്പറ്റൻസ് ഫാക്ടർ ഉള്ളൊരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ, കോമ്പറ്റൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഫാക്ടറാണ്. ഇപ്പോൾ പ്ലാസ്മിഡ് പറയത്തില്ല, പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എക്സ്ട്രാ ഒരു സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണല്ലോ, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA ആണല്ലോ, അത് ഒരു ബാക്ടീരിയയുടെ ഉള്ളിലുള്ള അതുപോലത്തെ ഒരു ഫ്രാഗ്മെൻ്റ് ആണ് കോമ്പറ്റൻസ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇതില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഓൺലി ഫ്രം ദി സെയിം ഓർ റിലേറ്റഡ് സ്പീഷീസ് നിന്ന് മാത്രമേ DNA അപ്ടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ വെൻ ബാക്ടീരിയ ലൈസിസ് ഹാപ്പൻസ്. ആൻഡ് നെക്സ്റ്റ് ഈ ട്രാൻസ്ഫോർമേഷനകത്ത് പറയുന്നത് ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് ആണ്. ഓക്കെ, ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഒരു ലിവിങ് എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ വാസ് ഇൻജക്റ്റഡ് ഇൻ ടു ദി മൗസ് ആൻഡ് മൗസ്ഡ്. അപ്പോൾ ലിവിങ് ആയിട്ടുള്ളൊരു എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും മൈസ് എന്ത് പറ്റി, മൗസ് ഡൈഡ്. ആൻഡ് വെൻ ലിവിങ് നോൺ എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഇൻജക്റ്റഡ് ഇൻ ടു ദി മൗസ്, വാട്ട് ഹാപ്പൻസ്, മൗസ് റിമെയിൻ ഹെൽത്തി. ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ക്യാപ്സ്യൂൾ ഇവിടുത്തെ സെൽ വോളാണ് ഇവിടുത്തെ വിറുലൻസ് കാണിച്ചെന്ന് മനസ്സിലായി. ഇവിടെ എൻക്യാപ്സുലേറ്റഡ് ആയപ്പോഴത്തേക്കും മൗസ് ഡൈഡ്. ബട്ട് വെൻ ഇറ്റ് ബിക്കേം നോൺ എൻക്യാപ്സുലേറ്റഡ് ലിവിങ് ബാക്ടീരിയ പക്ഷേ നോൺ എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയനെ ഇൻജെക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി, മൗസ് റിമെയിൻ ഹെൽത്തി. നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയാസ് വാസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദി മൗസ് റിമെയിൻ ഹെൽത്തി. ഇവിടെ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയനെ ഇൻജെക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ വിറുലൻസ്, ഈ ഒരു സെൽ വോളിൽ ഇവിടെ വിറുലൻസ് കാണിക്കുന്നില്ല. സോ മൗസ് റിമെയിൻ ഹെൽത്തി. ബട്ട് ലിവിങ് നോൺ എൻക്യാപ്സുലേറ്റഡ് ആൻഡ് ഹീറ്റ് കിൽഡ് എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഇൻജെക്റ്റഡ് ഇൻ ടു ദി മൗസ്, വാട്ട് ഹാപ്പൻസ്, മൗസ് ഡൈഡ്. ഇതെന്താ ഇപ്പോൾ സംഭവിച്ചത്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി തന്നെ ഇവിടെ ലിവിങ് ആയിട്ടുള്ള ഹീറ്റ് കിൽഡ് എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയക്ക് എന്ത് പറ്റും, എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ഹീറ്റ് കിൽഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ബാക്ടീരിയയ്ക്ക് ലൈസിസ് സംഭവിക്കും. അങ്ങനെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ, ഉള്ളിലുള്ള കുറേ പാർട്ടിക്കിൾസ് സറൗണ്ടിങ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്ത പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, ടേക്കൺ അപ്പ് ബൈ ദി ലൈവ് ആയിട്ടുള്ള, ഇവിടെ പറയുന്നുണ്ട് നോൺ എൻക്യാപ്സുലേറ്റഡ് ആൻഡ് ഹീറ്റ് കിൽഡ് എൻക്യാപ്സുലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ലൈസിസ് സംഭവിച്ചിട്ടുണ്ട് ബാക്ടീരിയയുടെ വിറുലൻസ് ഫാക്ടറൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. ആ കുറേ DNA ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ വെളിയിൽ വന്നിട്ടുണ്ടാവും, സറൗണ്ടിങ് മീഡിയയിൽ ഉണ്ടാവും. ആ സറൗണ്ടിങ് മീഡിയയിൽ വന്ന DNA ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ഈ ലിവിങ് നോൺ എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ടേക്കപ്പ് ചെയ്യും.
അങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അത് വീണ്ടും ഭയങ്കര വഴി ഡിവൈഡ് ചെയ്യുമല്ലോ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും അടുത്ത ജനറേഷൻ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും, ഈ ബാക്ടീരിയയ്ക്ക് ക്യാപ്സ്യൂൾ ഡെവലപ്പ് ചെയ്യും. ബാക്ടീരിയയുടെ ഗ്രോത്ത് നമുക്കറിയാം പെട്ടെന്ന് ടൈമൊന്നും എടുക്കില്ല, വളരെ സെക്കൻഡ്സിലായിരിക്കും ഇത് വളരുന്നത്. അതുകൊണ്ട് തന്നെ നോൺ എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ എന്നുള്ളത് അവർ ആ DNA ഫ്രാഗ്മെൻറ്റ്സ് എടുത്തിട്ട് എൻക്യാപ്സുലേറ്റഡ് ആയിട്ട് മാറുക. അങ്ങനെ ഈ ഫസ്റ്റ് കേസിലെ പോലെ ലിവിങ് എൻക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ എങ്ങനെയാണോ മൗസിനെ കൊന്നത്, അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും ഡെത്ത് സംഭവിക്കുക. Griffith's experiment. Griffith found the mice died when they were injected with a mixture of live non-encapsulated pneumococci and heat-killed capsulated pneumococcal strain. അത് നമ്മൾ കണ്ടു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ക്യാപ്സുലേറ്റഡ് ന്യൂമോകോക്കൽ സ്ട്രെയിനെയും നോൺ ക്യാപ്സുലേറ്റഡ് ന്യൂമോകോക്കി ഇഞ്ചെക്ട് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി, മൈസ് ഡൈഡ്. ഹവർ നെയ്തർ ഓഫ് വിച്ച് സെപ്പറേറ്റ്ലി പ്രൂവ്ഡ് ഫേറ്റൽ ടു ദി മൈസ്. ഓക്കെ. He stated that the living non-capsulated strains were transformed into the capsulated strains due to transfer of the capsular gene released from the lysis of the killed capsulated strain. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ. ഇപ്പം ഒരു ആദ്യത്തെ നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ഉണ്ടല്ലോ, living non-capsulated strains were transformed into the capsulated strain. ഓക്കെ. അപ്പോൾ നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് എന്ത് ചെയ്തു, ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ആയിട്ട് നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ ആയിട്ട് മാറി. എങ്ങനെയാണ്? ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ക്യാപ്സുലാർ ജീൻ. ഈ ഹീറ്റ് കിൽഡ് ബാക്ടീരിയാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഹീറ്റ് കിൽഡ് ബാക്ടീരിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ലൈസിസ് സംഭവിച്ചിട്ടുണ്ട് സെൽ വോളിൽ. അപ്പോൾ ഉള്ളിലുള്ള DNA ഫ്രാഗ്മെൻറ്റ്സ് എന്തെയും റിലീസ് ചെയ്യും. ആ റിയൽ ഫാക്ടറി ടേക്കൺ അപ്പ് ആയത് ലിവിങ് നോൺ ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയ. അങ്ങനെ ബാക്ടീരിയ ടേക്കപ്പ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ക്യാപ്സുലാർ ജീൻ ഉണ്ട് DNA ഫ്രാഗ്മെൻറ്റ്സിൽ. അവർ ആ ഒരു ജീനും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ എന്നുള്ളത് ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ആയിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻ ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ എന്ത് പറ്റും, നേരത്തെ പറഞ്ഞ പോലത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ നടക്കും. ദി സെക്കൻഡ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ മെത്തേഡ് ഇസ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ട്രാൻസ്ഫർ നടത്തുന്നത് സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നല്ല, ബാക്ടീരിയോഫേജിൻ്റെ ഹെൽപ്പോട് കൂടിയ. ദാറ്റ് ഇസ് ട്രാൻസ്ഡക്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എ ട്രാൻസ്ഫർ ഓഫ് എ പോർഷൻ ഓഫ് DNA ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയ ബൈ ദി ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് ഒരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ടു ട്രാൻസ്ഫർ ദി DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയ. മറ്റേ നേരത്തെ എന്തായിരുന്നു, സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ബാക്ടീരിയോഫേജിൽ നിന്നിട്ട് ബാക്ടീരിയോഫേജ് വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. Mechanism of transduction. Bacteriophage is a virus that infect and multiply inside the bacterium. During the transmission of the phage from one bacterium to another, a part of the host DNA may accidentally get incorporated into the phage and then get transferred to the recipient bacteria. അപ്പോൾ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ഈ ഫേസ് ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് സംടൈംസ് എന്ത് പറ്റും, ബാക്ടീരിയയുടെ ഓൺ DNA സംടൈംസ് ആ ഫേസ് ജീനയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് നെക്സ്റ്റ് ബാക്ടീരിയ, ഈ ഒരു ബാക്ടീരിയ ഫേജ് നെക്സ്റ്റ് ബാക്ടീരിയയ്ക്ക് ഇത് പാസ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ ഒരു സ്മോൾ ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി റെസിപ്പിയൻ DNA കൂടെ കാണും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ഓഫ് ദി ഫേജ് ഫ്രം വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയ. എ പാർട്ട് ഓഫ് host DNA may accidentally get incorporated into the phage and then get transferred to the recipient bacteria. This lead to the acquisition of new character by the recipient bacterium coated by the donor DNA. ഓക്കെ. അതുകൊണ്ട് എന്ത് പറ്റും, റെസിപ്പിയൻറ്റ് ബാക്ടീരിയത്തിൻ്റെ ഒരു DNA ഫ്രാഗ്മെൻറ്റ്സ് ആ ഒരു ഡോണർ ബാക്ടീരിയത്തിന് കിട്ടുമ്പോൾ ഡോണർ ബാക്ടീരിയ റെസിപ്പിയൻറ്റ് ബാക്ടീരിയത്തിൻ്റെ സം ക്യാരക്ടേഴ്സ് അത് അക്യൂർ ചെയ്യും. ദെൻ ലൈഫ് സൈക്കിൾ ഓഫ് ഫേജസ്. ലൈഫ് സൈക്കിൾ ഓഫ് ഫേജ് ചെയ്ത് ലൈറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ ലൈസോജനിക് ആയിരിക്കാം. ലൈറ്റിക് ഓർ വിറുലൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദി ഫേസ് മൾട്ടിപ്ലൈ ഇൻ ദി ഹോസ്റ്റ് സൈറ്റോപ്ലാസം പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഫേസ് വിച്ച് സബ്സിക്വൻ്റ്ലി ആർ റിലീസ്ഡ് കോസിങ് ലൈസിസ് ആൻഡ് ഡെത്ത് ഓഫ് ദി ഹോസ്റ്റ് സെൽ. അപ്പോൾ ഈ ഫേസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹോസ്റ്റ് സൈറ്റോപ്ലാസത്തിൽ ഒത്തിരി ഫേസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഹോസ്റ്റ് സെല്ലിൽ കില്ല് ചെയ്യും. ദാറ്റ് ഇസ് ലൈറ്റിക് ഫേസ്. ലൈസോജനിക് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും here the phage DNA remains integrated with the bacterial chromosome. The phage DNA, when transferred to the new bacterium, get disintegrated from the parent bacterial chromosomes and in the process may take a few bacterial genes. These bacterial genes along with the phage DNA gets transferred to the new bacterium. അപ്പോൾ ഇവിടെ എന്താ, ലൈസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഹോസ്റ്റിനെ കൂടി കില്ല് ചെയ്യും. ലൈസോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയ ഈ സെയിം DNA ഫ്രാഗ്മെൻറ്റ്സ് വൺ ബാക്ടീരിയ എന്നിട്ട് ബാക്ടീരിയ ഫേസ് ഇൻഫെക്ട് ചെയ്ത് അനദർ ബാക്ടീരിയ അത് ഇൻഫെക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, കുറച്ച് ബാക്ടീരിയ റെസിപ്പിയൻറ്റിൻ്റെ ആദ്യം ഇൻഫെക്ട് ചെയ്ത ബാക്ടീരിയയുടെ കുറച്ച് DNA ഫ്രാഗ്മെൻറ്റ്സ് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ DNA ഫ്രാഗ്മെൻറ്റ്സ് നെക്സ്റ്റ് ബാക്ടീരിയക്ക് അത് പാസ് ഓൺ ചെയ്യും. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് അക്യൂർ ചെയ്യും. ദാറ്റ് ഇസ് ലൈസോജനിക് ഫേസ്. ടൈപ്സ് ഓഫ് ട്രാൻസ്ഡക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ജനറലൈസ്ഡ് ടൈപ്പും ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ടൈപ്പും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ജനറലൈസ്ഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് ഒരു ബാക്ടീരിയ.
ഈ ബാക്ടീരിയ ഫേജ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫേസ് DNA എൻറ്റേഴ്സ് ഇൻസൈഡ് ദി ഹോസ്റ്റ് ബാക്ടീരിയ. ഫേസിനകത്തുള്ള DNA എൻ്റർ ചെയ്തിട്ടുണ്ട് ഹോസ്റ്റ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയയുടെ DNA തന്നെയാണ്. ഇവിടെ എന്ത് സംഭവിക്കുക? ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഹോസ്റ്റ് DNA. വൺസ് ഇത് ഇൻഫെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഹോസ്റ്റ് DNAക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അങ്ങനെ ഹോസ്റ്റ് DNA ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് മാറും ഡിസ്ട്രക്ഷൻ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും. ആ ഫ്രാഗ്മെൻറ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും എന്ത് പറ്റും? സിന്തസിസും ഈ ന്യൂ ഫേസ് DNA സിന്തസിസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചത്. സോ സിന്തസിസ് ഓഫ് ദി ഫേസ് DNA ആൻഡ് ദി കോഡ് പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യണം. അങ്ങനെ സിന്തസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫ്രാഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? വീണ്ടും ഈ അസംബ്ലി ഓഫ് ഫേജസ് ഇവിടെ സിന്തസൈസ് ചെയ്തു. കൂടുതൽ ഈ ബാക്ടീരിയയുടെ ഫേജ് DNA സിന്തസൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാക്ടീരിയ ഫേജ് DNAയുടെ കൂടെ എന്ത് പറ്റും? ഇപ്പോൾ ബാക്ടീരിയ ഫേജിൻ്റെ DNA കൂടെ സിന്തസൈസ് ആവും, എക്സ്ട്രാ സിന്തസൈസ് ആവും. അങ്ങനെ സിന്തസൈസ് ചെയ്തിരിക്കുന്ന ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? ബാക്ടീരിയ ഫേസ്, അതായത് ഇവിടെ കോഡ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. കോഡ് പ്രോട്ടീൻസ് ആണ് ബാക്ടീരിയ ഫേസിൻ്റെ ഈ ഒരു കോഡ്. അപ്പോൾ ഈ കോഡ് പ്രോട്ടീൻസിൻ്റെ ഉള്ളിലേക്ക് കയറും. സംടൈംസ് ഈ ബാക്ടീരിയൽ DNA ഒരു ബാക്ടീരിയൽ DNA കുറച്ച് ബാക്ടീരിയൽ DNAs എന്ത് ചെയ്യും? ഇപ്പോൾ ഈ പിക്ചറിൽ ഒരു ബാക്ടീരിയൽ DNA ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ടീരിയ ഫേജ്. ഇനി ഈ ബാക്കി എല്ലാ ബാക്ടീരിയ ഫേജും ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സെയിം ബാക്ടീരിയ ഫേജിൻ്റെ അതേ DNA ആണ് ക്യാരി ചെയ്തേക്കുന്നത്. ഈ ഒരു ബാക്ടീരിയ ഫേജ് വേറൊരു ബാക്ടീരിയനെ ഇതേപോലെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഈ ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ അങ്ങനെ ആ ഒരു ബാക്ടീരിയ അക്യൂർ ചെയ്യും. ദാറ്റ് ഈസ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ. It involves transfer of any part of the donor bacterial genome into the recipient bacteria. Generalized transduction usually occurs as a result of defective assembly during the lytic cycle of virulence and some temperate stage. ഇവിടെ ലൈറ്റിക് സൈക്കിളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴാണ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. പാക്കേജിങ് എറർ, ദാറ്റ് ഈസ് പാക്കേജിങ് എററാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് മനസ്സിലായല്ലോ, ഇവിടെ കോഡ് പ്രോട്ടീൻസ് ഉണ്ടാക്കി പ്രോട്ടീൻ്റെ ഉള്ളിലേക്ക് DNA പാക്ക് ചെയ്ത സമയത്തുള്ള എററാണ്. Due to defective assembly of daughter phages, instead of their own DNA, a part of the host DNA may accidentally be incorporated into the host daughter bacteriophage. The resulting bacteriophage often inject the donor DNA into the another bacterial cell but does not initiate a lytic cycle, as the original phage DNA is lost. Next transduction is restricted transduction. Restricted or special transduction എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവം? ഈ പിക്ചറിൽ കാണാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ലൈസോജനിക് ബാക്ടീരിയൽ സെൽ വിത്ത് പ്രോഫേജ് ആണ് വന്നേക്കുന്നത്. ലൈസോജനിക് ബാക്ടീരിയൽ സെൽ വിത്ത് പ്രോഫേജ്, ഇതാണ് പ്രോഫേജ്. ഓക്കെ. ആൻഡ് വൺസ് എന്ത് പറ്റും? ഇത് റയർ ഡിസിൻറ്റഗ്രേഷൻ ദാറ്റ് ഇൻക്ലൂഡ് സം ബാക്ടീരിയൽ ജീൻ. ഇവിടെ റയർ ആയിട്ടുള്ള ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചപ്പോഴത്തേക്കും ഈ ഒരു ബാക്ടീരിയൽ ജീനിൻ്റെ കൂടെ ഒരു ഫേജ് DNA കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഫേജ് DNA അലോങ് വിത്ത് ബാക്ടീരിയൽ ജീനാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ റിപ്ലിക്കേറ്റ് സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? ഇതുപോലത്തെ ഫേജ് DNA അലോങ് വിത്ത് ബാക്ടീരിയൽ DNA ഉള്ള കുറേ DNAs ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കുറേ ഫ്രാഗ്മെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. ദെൻ അസംബ്ലി ആൻഡ് റിലീസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ ഫേജ് പ്രോട്ടീൻ. അപ്പോൾ എന്ത് പറ്റും? ഇതുപോലത്തെ ഫേസ് കോഡഡ് പ്രോട്ടീൻസ് ഉണ്ടാക്കി ആൻഡ് ആ ഫേസിൻ്റെ ഉള്ളിൽ എന്ത് പറ്റും? ഈ DNAs ഒക്കെ അസംബിൾ ചെയ്യുക. വെൻ ദി ട്രാൻസ്ഡ്യൂസിങ് ഫേസ് ഇൻഫെക്റ്റ് ദി അനദർ ബാക്ടീരിയം, ദി ട്രാൻസ്ഫർ ഓഫ് ദി ഡോണർ DNA ടേക്ക് അപ്പ്. ഡിസ്ട്രക്ഷൻ ഓർ specialized transduction എന്ന് പറയുമ്പോൾ എന്താ? In contrast to generalized transduction, restricted transduction is capable of transducing only a particular genetic segments of the bacterial chromosome that is present adjacent to the phage DNA. It occurs as a result of defect in disintegration of the lysogenic phage DNA from the bacterial chromosome. So ഇവിടെ എന്താ പറ്റുക? ഇവിടെ ഡിഫക്റ്റ് എന്തിനാണ് വരുന്നത്? ഡിസിൻറ്റഗ്രേഷൻ, ലൈസോജനിക് ഫേജ് DNA ഡിസിൻറ്റഗ്രേഷൻ എന്തെങ്കിലും ഡിഫക്റ്റ് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? റെസ്ട്രിക്റ്റഡ് ഓർ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ സംഭവിക്കും. And what happens when a prophage എന്ന് പറയുമ്പോൾ ലൈസോജനിക് bacteriophage is integrated with the bacterial chromosome, അതാണ് പ്രോഫേജ്. ലൈസോജനിക് ബാക്ടീരിയ എന്ത് ചെയ്യും? ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പ്രോഫേജ് വരുന്നത്. മറ്റ് ജനറലൈസ്ഡ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല, അവർ എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. ആൻഡ് അവിടെ റെപ്ലിക്കേഷൻ സംഭവിക്കും. ബാക്ടീരിയൽ DNA സിന്തസിസ് നടക്കുമ്പോഴത്തേക്കും കൂടെ എന്ത് പറ്റും? ഫേസ് DNA സിന്തസിസ് നടക്കുന്നുണ്ട്. അതാണ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനിൽ. റെസ്ട്രിക്റ്റഡിൽ എന്താ? ഇവിടെ പ്രോഫേജ് എന്ന് പറയുന്ന DNA ആയിരിക്കും. പ്രോഫേജ് എന്ത് ചെയ്യും? ഹോസ്റ്റ് ക്രോമോസോമുമായിട്ട് ഒരു പോർഷൻ ഓഫ് ബാക്ടീരിയൽ ക്രോമോസോം പ്രസൻറ്റ് അഡ്ജസൻറ്റ് ടു ദി ഫേസ് DNA മേ ഗെറ്റ് റോങ്ലി എക്സൈസ്ഡ് അലോങ് വിത്ത് ഇറ്റ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇങ്ങനൊരു സർക്കിളിനകത്ത് ഒരു പകുതി ഒരു റെഡ് കളർ. സോ റെഡ് കളർ ഇസ് എ പ്രോഫേജ്. ഇങ്ങനെ അഡ്ജസൻറ്റ് ടു ദി ഫേസ് DNA ആയിട്ട് റോങ്ലി എക്സൈസ് ചെയ്തിട്ടുണ്ടാകും. സച്ച് transducing phase carries a part of bacterial DNA in addition to their DNA. When infect another bacteria, the transfer of donor DNA takes place. Okay. Then role of transduction എന്തൊക്കെയാണ്? ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. വൺ ബാക്ടീരിയ ടു അനദർ ബാക്ടീരിയയ്ക്ക് ഇങ്ങനത്തെ ക്രോമോസോം ട്രാൻസ്ഫർ നടത്തുമ്പോൾ എന്ത് പറ്റും? ഡ്രഗ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും.
ട്രാൻസ്ഫർ ഓഫ് എപ്പിസോം ആൻഡ് പ്ലാസ്മിഡ്സ് നടക്കും. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പെൻസിലിൻ റെസിസ്റ്റൻസ് ഇൻ ദി സ്റ്റഫൈലോകോക്കസ് ആൻഡ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ കേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. This transduction has also been proposed as a method of genetic engineering in the treatment of some inborn metabolic defect. Lysogenic conversion. Lysogenic conversion എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? Here, the phase DNA which is integrated into the host bacterial chromosome during the lysogenic cycle itself code for several virulence factors such as toxins. അപ്പം ഡ്യൂറിങ് ഫേസ് ഡി എൻ എന്ത് ചെയ്യും, ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്റ്റ് ബാക്ടീരിയൽ ക്രോമസോമിനോട്. അങ്ങനെ ഹോസ്റ്റ് ബാക്ടീരിയൽ ക്രോമസോമിലേക്ക് ഫേസ് ഡി എൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് പറ്റും. ദേ ഇറ്റ് സെൽഫ് കോഡ് ഫോർ സെവറൽ വിർലൻസ് ഫാക്ടേഴ്സ് ജസ്റ്റ് ടോക്സിനോട് അവർ കോഡ് ചെയ്യും. ദെൻ പ്രോഫേജ് ആക്ട് ആസ് എൻ അഡീഷണൽ chromosomal element which encode for new characters and is transferred to autocell. So ഈ പ്രോഫേജ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു പാർട്ട് എക്സൈസ് ചെയ്യുന്നുണ്ടല്ലോ ടോട്ടൽ നോർമൽ ബാക്ടീരിയ ഡി എൻ എ ഈ പ്രോഫേജ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഒരു ഡി എൻ എയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അഡാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഡാസ് ചെയ്തിട്ട് എന്ത് പറ്റും, ഇവർ ന്യൂ ക്യാരക്ടർ ഡോട്ടർ സെൽസിനെ അക്വയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇംപേഴ്സ് ടോക്സിജനിസിറ്റി ടു ദി ബാക്ടീരിയ. ഇവിടെ നമ്മൾ റെസ്ട്രിക്റ്റീവ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ട്രക്ഷൻ പറയില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ ലൈസോജനിക് കൺവേർഷൻ അല്ലേ. ആൻഡ് ഇൻ ലൈസോജനിക് conversion, the phase DNA itself behave as a new genetic material, a new genetic element, in contrast to transduction, where the phase can act only as a vehicle carrying bacterial genes. Conjugation refers to the transfer of genetic material from one bacteria to another bacteria by mating or contact with each other, forming a conjugation tube. But a conjugation tube ഉണ്ടാക്കിയിട്ട് meeting or contact from one bacteria to another bacteria ഉണ്ടാക്കുന്നതാണ് എന്ത്, കോൺജുഗേഷൻ. 3 ടൈപ്സ് ഉണ്ട്. F+F- കോൺജുഗേഷൻ ഉണ്ട്, HFR കോൺജുഗേഷൻ ഉണ്ട്, F' കോൺജുഗേഷൻ ഉണ്ട്. ദിസ് ഈസ് F+F- കോൺജുഗേഷൻ. അതെന്ന് പറയുമ്പോൾ F+ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ F ഫാക്ടർ ഇവർക്ക് ഉണ്ട്. ഓക്കെ, ഫെർട്ടിലിറ്റി ഫാക്ടറാണ്. F ഫാക്ടർ എന്നൊരു ഫാക്ടർ ഈ ഒരു ബാക്ടീരിയയ്ക്ക് ഉണ്ട്. ഈ ബാക്ടീരിയയ്ക്ക് ഡോണർ ഡി എൻ എ ഉണ്ട്, F ഫാക്ടർ ഉണ്ട്. ആൻഡ് F- എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയ്ക്ക് റിസപ്പിയൻ ഡി എൻ എ ഉണ്ട്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എനി ഡോണർ F ഫാക്ടർ. ഇവിടെ F ഫാക്ടർ ഇല്ല, ബട്ട് റിസപ്പിയൻ ഡി എൻ എ മാത്രമേ ഉള്ളൂ. ദെൻ പൈലസ് കണക്ട് സെൽസ്. ഇവിടെ പൈലസ് നമുക്ക് കാണാം. പൈലസ് ഇവിടെ സെല്ല് കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ പൈലസ് എന്ത് ചെയ്തു, കണക്റ്റഡ് ടു ദി സെൽ. വൺസ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, റോളിംഗ് സൈക്കിൾ മെക്കാനിസത്തിലൂടെ പ്ലാസ്മിഡ് റിപ്ലിക്കേറ്റ് ഡി എൻ എ. ഇവിടെ റോളിംഗ് സൈക്കിൾ മെത്തേഡിലൂടെ എന്ത് പറ്റും, പ്ലാസ്മിഡ് എന്ത് ചെയ്യും, റിപ്ലിക്കേറ്റ് ചെയ്യും. പ്ലാസ്മിഡ് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഡി എൻ എ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, F factor is also replicated and transferred. പ്ലാസ്മിഡ് ഡി എൻ എ റിപ്ലിക്കേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ത് പറ്റുന്നുണ്ട്, F ഫാക്ടറും റിപ്ലിക്കേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പുറത്ത് എത്തിക്കഴിയുമ്പോൾ രണ്ട് ബാക്ടീരിയയും F+F+ ആയി. ദിസ് ഈസ് ദി കോൺജുഗേഷൻ, ബാക്ടീരിയൽ കോൺജുഗേഷൻ. F+F- ബാക്ടീരിയൽ കോൺജുഗേഷൻ. F+F- mating conjugation. F factor is a conjugation plasmid. Is a conjugative fast plasmid carrier gene that encodes for the formation of sex pili and self plasmid transfer. A F pili brings. ഈ F pili എന്തുകൊണ്ട് ഉണ്ടായത്, ഫെർട്ടിലിറ്റി ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഫോംസ് എ conjugation tube and that bridges between the donor and recipient cell. ആൻഡ് ഇവിടെ റോളിംഗ് സൈക്കിൾ മെക്കാനിസം വരുമ്പോൾ എന്ത് പറ്റും, ഡോണർ പ്ലാസ്മിഡ് ഡി എൻ എ റിപ്ലിക്കേറ്റ് ചെയ്യും. കൂടെ എന്ത് ചെയ്യും, ഈ റെസിപ്പിയൻ ബാക്ടീരിയയിലേക്ക് ഈ ഡോണർ പ്ലാസ്മിഡ് ട്രാൻസ്ഫർ ചെയ്യും. അതേസമയം തന്നെ F ഫാക്ടറും ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് കോപ്പി ടു പ്രൊഡ്യൂസ് കംപ്ലീറ്റ് F ഫാക്ടർ വിത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഒരു കോപ്പി കൊടുക്കും. അങ്ങനെ രണ്ടും എന്ത് പറ്റും, F+ ആയിട്ട് മാറും. ദിസ് ഇസ് F+F- mating. HFR conjugation എന്ന് പറയുമ്പോൾ എന്താ, F ഫാക്ടർ ബീയിങ് എ പ്ലാസ്മിഡ് ഇറ്റ് മേ ഇൻ്റഗ്രേറ്റ് വിത്ത് ദി ബാക്ടീരിയൽ ക്രോമോസോം ആൻഡ് ബിഹേവ് ആസ് എൻ എപ്പിറ്റോം. ഇവിടെ ബാക്ടീരിയൽ ക്രോമോസോമോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എപ്പിസോമായിട്ടാണ് F ഫാക്ടർ ഇരിക്കുന്നത്. സച്ച് ഡോണർ സെൽസ് ആർ ഏബിൾ ടു ട്രാൻസ്ഫർ ദാറ്റ് ഇസ് ക്രോമോസോമൽ ഡി എൻ എ ടു റെസിപ്പിയൻ സെൽ വിത്ത് എ ഹയർ ഫ്രീക്വൻസി. ഇവിടെ എപ്പിസോമായിട്ട് ഇരിക്കുന്നതുകൊണ്ട്, എപ്പിസോം എന്ന് പറയുമ്പോൾ എന്താ, ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്ടീരിയയുടെ F ഫാക്ടർ ബാക്ടീരിയൽ ക്രോമോസോമിന്. അതുകൊണ്ട് തന്നെ it is able to transfer chromosomal DNA to the recipient cell at a higher frequency in comparison to F+. F+F- mating എന്നേക്കാളും കുറച്ചിട്ട് ഹയർ ഫ്രീക്വൻസി അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കാരണം എന്താ, ബാക്ടീരിയൽ ഡി എൻ എയോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് എപ്പിസോം ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡ്യൂറിങ് കോൺജുഗേഷൻ ഓഫ് HFR, ഹൈ ഫ്രീക്വൻസി സെൽ വിത്ത് എ
F minus, that is high frequency of recombination on HFR cell. HFR cell with an F minus cell, only few chromosomal genes along with a part of F factor get transferred. അങ്ങനെ എന്ത് പറ്റും ഇവിടെ ജീനിനോട് ക്രോമസോമിനോട് കണക്ട് ചെയ്തിട്ടുള്ള ക്രോമസോം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ക്രോമസോം എന്തായാലും ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ക്രോമസോം ട്രാൻസ്ഫർ ചെയ്യുമ്പം only few chromosome which has this HFR cells with an F minus സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്രോമസോംസ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ HFR സെൽസിൽ along with a part of F factor also transformed, and connection between the cells usually breaks before the whole genome is transferred. ഈ F മൈനസ് സെല്ലിലേക്ക് F ഫാക്ടറും കൂടാതെ കുറച്ച് ക്രോമസോമും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും F ഫാക്ടർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബാക്ടീരിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കണക്ഷൻ എന്ത് ചെയ്യും? ലൂസ് ആവും. ആൻഡ് ആസ് ദി എൻ്റയർ F ഫാക്ടർ ഡസ് നോട്ട് ഗെറ്റ് transferred, hence following conjugation F minus recipient does not become F plus factor. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ എഫ് ഫാക്ടർ എൻ്റെ എഫ് ഫാക്ടർ ഡസ് നോട്ട് ട്രാൻസ്ഫർ, അതുകൊണ്ട് തന്നെ എഫ് മൈനസ് റെസിപ്പിയൻറ്റ് ഡസ് നോട്ട് ബിക്കം എഫ് പ്ലസ്. അതാണ് വ്യത്യാസം. എഫ് മൈനസ് റെസിപ്പിയൻറ്റ് ഒരിക്കലും എഫ് പ്ലസ് റെസിപ്പിയൻറ്റ് ആവുന്നില്ല, കാരണം കംപ്ലീറ്റ് എഫ് ഫാക്ടറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓൺലി പാർട്ട് ഓഫ് എഫ് ഫാക്ടർ ഇസ് ട്രാൻസ്ഫർഡ്. എച്ച് എഫ് പ്ലസ് എഫ് മൈനസ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റോളിംഗ് സർക്കിൾ മെത്തേഡ് വഴി, സർക്കുലേറ്റിംഗ് മെത്തേഡ് വഴി എന്ത് പറ്റുന്നുണ്ട്? റോളിംഗ് സർക്കിളിംഗ് മെത്തേഡ് വഴി എഫ് ഫാക്ടർ വൺ ബാക്ടീരിയ അടുത്ത ബാക്ടീരിയയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാത്തതുകൊണ്ട് തന്നെ, കംപ്ലീറ്റ് ഫോം ചെയ്യാത്തതുകൊണ്ട് എഫ് മൈനസ് റെസിപ്പിയൻറ്റ് ഒരിക്കലും എഫ് പ്ലസ് സെൽസ് ആയിട്ട് മാറുന്നില്ല. നെക്സ്റ്റ് ഈസ് എഫ് പ്രൈം കോഞ്ചുഗേഷൻ. When the F factor reverts from the integrated to free state, it may sometimes carry with it some chromosomal DNA from the adjacent side of its attachment. Such an F factor carrying some chromosomal DNA is known as F prime. F prime എന്ന് പറയുമ്പോൾ എന്താ? F factor reverts from the integration to free state. ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള F factor ഫ്രീ സ്റ്റേറ്റിലേക്ക് അവിടെ ആൻഡ് ക്യാരീസ് വിത്ത് സം ക്രോമോസോം. സംടൈംസ് ആ ഒരു F factor ക്രോമോസോംസ് ഉണ്ടാക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇവിടെ ഒരു ജീനുണ്ട്, ഒരു ഡി എൻ ഉണ്ട്, ഡി എൻ എൽ എഫ് ഫാക്ടർ ഉണ്ട്. ആൻഡ് ഇവരെന്ത് ചെയ്തു? ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന എഫ് ഫാക്ടറും ഉണ്ട്. ആൻഡ് ഫ്രീ സ്റ്റേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത എഫ് ഫാക്ടർ എന്ത് ചെയ്തു? ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് മാറി. ഫ്രീ സ്റ്റേറ്റിലേക്ക് ഈ എഫ് ഫാക്ടർ മാറുമ്പോൾ ചില സമയത്ത് കുറച്ച് ക്രോമസോംസും ക്രോമസോമൽ ഡി എൻ എസും അതിനോട് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഫോം അഡ്ജസ്റ്റൻറ്റ് സൈറ്റ് ടു ദി അറ്റാച്ച്മെൻറ്റ്. ആൻഡ് സച്ച് എഫ് ഫാക്ടേഴ്സ് ക്യാരിങ് സം ക്രോമസോമൽ ഡി എൻ എസ് നോൺ ആസ് എഫ് പ്രൈം. By F factor with some chromosomal DNA is known as F prime, and when F prime cell conjugate with a recipient F minus, it transfer the host DNA incorporated with it along with the F factor, and the recipient become F prime cells, and this process is known as sex reduction. ഇവിടെ എന്താ സംഭവിക്കുക? എഫ് പ്രൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് പ്രൈം സെൽസ് എന്ന് പറയുമ്പോൾ എഫ് ഫാക്ടറുള്ള കുറച്ച് ക്രോമസോമും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സെല്ല്, കുറച്ച് പോർഷൻ ഓഫ് ദി ഒരു പാർട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഡി എൻ എ ഇൻകോപ്പറേഷൻ സംഭവിക്കുക, ഡി എൻ എ ട്രാൻസ്ഫർ നടക്കുക സെക്സ് ഫൈൽ വെച്ചിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുക? ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എഫ് പ്രൈം അല്ല, ആ എഫ് പ്രൈം ട്രാൻസ്ഫർ ചെയ്യും റിസപ്റ്റൻറ്റിലേക്ക്. അങ്ങനെ ആ സെൽസ് എന്ത് പറ്റും? റിസപ്റ്റൻ ബിക്കം എഫ് പ്രൈം സെൽ. ദാറ്റ് ഈസ് എഫ് പ്രൈം കോഞ്ചുഗേഷൻ. നെക്സ്റ്റ് ഈസ് റോൾ ഓഫ് കോഞ്ചുഗേഷൻ. The conjugation plays an important role in the transfer of plasmid coding for the antibacterial drug resistance and bacteriosin production. Then conjugation is the most common mechanism of transfer of plasmid coded for multiple drug resistance among the bacteria. Next is transposition. Transposition എന്ന് പറയുമ്പോൾ എന്താ? ജമ്പിങ് ജീൻസ് ഓർ മൊബൈൽ ജീൻസ് ആണ്. ദേ ഡസ് നോട്ട് റിക്വയർ ഇൻ ഡി എൻ എ homology. Then they are not self-replicating and are dependent on the chromosome or plasmid DNA for replication. Then ഇവരെന്ന് പറയുമ്പോൾ ഡിസ്കവർ ഇൻ ദി വൈറസ് ആൻഡ് ഇൻ യൂക്കാരിയോട്ടിക് ജീനോം. ഇവർ ഡിസ്കവർ ചെയ്ത് എവിടെയാണ്? ഓക്കെ, ഇവർക്ക് എന്താ ഉള്ളത്? ട്രാൻസ്പോസിഷൻ ജീൻസിൽ അല്ലെങ്കിൽ ജമ്പിങ് ജീൻസ് മൊബൈൽ ജീൻസിൽ എന്തുണ്ട്? ട്രാൻസ്പോസേസ് എൻസൈം ഉണ്ട്. ട്രാൻസ്പോസേസ് എൻസൈം ഇവർക്കുണ്ട്, ട്രാൻസ്പോസേസ് ജീൻ ഇവർക്കുണ്ട്. ആൻഡ് വിച്ച് ഈസ് ഫ്ലാങ്ക് അറ്റ് ബോത്ത് ദി എൻഡ്സ് ബൈ ഇൻവേർട്ടഡ് റിപ്പീറ്റഡ് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. And because of this feature, each strands of transposons can form a single stranded loop carrying the transposase gene and a double stranded stem formed by the hydrogen bond. ഇത് മെയിൻലി കോസ് ചെയ്യുന്ന എന്താ? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഓർ ടോക്സിൻ പ്രൊഡക്ഷൻ ഇൻ ദി സെൻറ്റർ ഓഫ് ബാക്ടീരിയസ് സംഭവിക്കും.
Genetic engineering. Genetic engineering refers to deliberate modification of an organism's genetic information by directly altering its nucleic acid genome. Nucleic acid genome directly altered bacterial organism get information, that is modified modification of an organism's information ഉള്ള ജനറ്റിക് ഇൻഫർമേഷൻ നോർമലി ഉണ്ടല്ലോ എല്ലാ ബാക്ടീരിയാസിലും. അതിനെ മോഡിഫൈ ചെയ്തിട്ടുള്ളത് ന്യൂക്ലിക് ആസിഡ് ജീനോം അതിൻ്റെ ഓൾട്രേഷൻ വഴി ആ ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, ജനറ്റിക് ഇൻഫർമേഷനിൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇത് മെയിൻലി ഇതിൻ്റെ സ്റ്റെപ്സ് പറയുന്നത് റീകോമിനൻറ്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ദി റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈമോട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ദി DNA ഫ്രം ദി മൈക്രോ ഓർഗാനിസം ഇസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് ഈസ് ക്ലീവ്ഡ് ബൈ ദി എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈം എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലീവിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ക്ലീവ് ചെയ്യുമ്പോഴത്തേക്കും റെസ്ട്രിക്ഷൻ എൻ്റെ ന്യൂക്ലിയസ് ടു പ്രൊഡ്യൂസ് എ മിക്സ്ചേഴ്സ് ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഇവർ ഈ റെസ്ട്രിക്ഷൻ ഓഫ് ന്യൂക്ലിയസ് ഉള്ള DNA മൈക്രോ ഓർഗാനിസത്തിന് DNA ഫ്രാഗ്മെൻറ്റ് ഓഫ് DNA പോർഷൻ ഓഫ് മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യും? ഫ്രാഗ്മെൻറ്റ്സ് ആക്കി ന്യൂക്ലിയേറ്റഡ് എൻഡോന്യൂക്ലിയസ് എന്നല്ല, എൻഡോന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താ? DNA വിത്തിൻ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ സദേൺ പ്ലോട്ടിംഗ്. സദേൺ പ്ലോട്ടിംഗ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡിസൈഡ് ജീനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ. സദേൺ പ്ലോട്ടിംഗ് വഴി ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ കിട്ടും? ഇലക്ട്രോഫോറസിസ് നടത്തും. ഇലക്ട്രോഫോറസിസ് നടത്തുമ്പോഴത്തേക്കും DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ ഇലക്ട്രോഫോററ്റിക്കലി സെപ്പറേറ്റഡ് ബൈ സബ്ജക്റ്റ് ടു അഗാർജൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഫസ്റ്റ് അഗാർജൽ ഇലക്ട്രോഫോറസിസ് നടത്തുമ്പോഴത്തേക്കും ഇവിടെ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കുമല്ലോ. റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാക്കി. ആ DNA ഫ്രാഗ്മെൻറ്റ്സ് ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തു. ദെൻ ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് മെംബ്രെയിൻ. സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ് ട്രാൻസ്ഫർ ഫ്രം ജെല്ലിരിക്കുന്ന സാധനം എന്ത് ചെയ്യും? നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നൈട്രോസെല്ലുലോസ് മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകുക ഡിസേർഡ് ജീൻ ഉള്ള ക്രോമോസോമിലെ DNA പാർട്ട് ഏതാണ്? ഡിറ്റക്ഷൻ ഓഫ് ഡിസേർഡ് ജീൻ ആൻഡ് ഡിറ്റക്ഷൻ ആഡിങ് എ സ്പെസിഫിക് DNA പ്രോബ് കോംപ്ലിമെൻ്ററി ടു ദി ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് ഡിസേർഡ് ജീനെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഡിറ്റക്റ്റഡ് ബൈ ആഡിങ് എ സ്പെസിഫിക് DNA പ്രോബ് കോംപ്ലിമെൻ്ററി ടു ദി ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഐസൊലേഷൻ നടത്തും. വൺസ് അത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഐസൊലേഷൻ ചെയ്യണം ആ ഒരു കംപ്ലീറ്റ് മെംബ്രെയിനിൽ നിന്ന്. ഐസൊലേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു? ദി ബാൻഡ്സ് കണ്ടെയ്ൻ ദി ഡിസേർഡ് ജീൻ ഈസ് ഐസൊലേറ്റഡ് ബൈ ദി DNA എക്സ്ട്രാക്ഷൻ ആൻഡ് ദെൻ ഈസ് സബ്ജക്റ്റഡ് ടു ദി ഇലക്ട്രോഫോറസിസിൻ്റെ ഡിഫറെൻറ്റ് ജെൽ. ഓക്കെ. ആൻഡ് ഇവിടെ എന്ത് പറ്റും? ഇവിടെ ഐസൊലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസേർഡ് ജീനെ ബൈ DNA എക്സ്ട്രാക്ഷൻ വഴി ഐസൊലേറ്റ് ചെയ്യും. ആൻഡ് ദെൻ ഇത് ഇഗെയിൻ ഇലക്ട്രോഫോറസിസിന് സബ്ജക്റ്റ് ഇപ്പോൾ ഇൻ എ ഡിഫറെൻറ്റ് ജെൽ. Then recombination with a vector. Once treatment with restrictions. Then southern plotting ആണ് ഇപ്പോൾ പറഞ്ഞ ടെക്നിക്സ്. southern plotting വഴി ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്യണം? ഈ വെക്ടറിലേക്ക് ഇവരെ ബൈൻഡ് ചെയ്യിക്കണം. എന്നാലല്ലേ ഹോസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും DNA ലിഗേസ് എൻസൈം വഴിയായിരിക്കും അനീലിംഗ് എന്നുള്ള പ്രോസസ്സ് വഴി ഐസൊലേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ് ഈസ് അനീൽഡ് വിത്ത് എ വെക്ടർ ബൈ DNA ലിഗേസ് എൻസൈം. DNA ലൈഗേസ് എൻസൈമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? വെക്ടറിലുള്ള ഈ വെക്ടറിനോട് ജോയിൻ ചെയ്തിരിക്കുന്ന റീകോംബിനൻ്റ് ആയിട്ടുള്ള DNA എന്ത് ചെയ്യണം? ഇനി ഹോസ്റ്റിലേക്ക് എത്തിക്കണം. ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി വെക്ടർ ഇൻ ടു ദി ബാക്ടീരിയ. ആൻഡ് ബാക്ടീരിയ എന്ത് ചെയ്യും? യൂഷ്വലി ബൈ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് റെയർലി ബൈ ഫേജ് വെക്ടർ ബൈ ട്രാൻസ്ട്രക്ഷൻ ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ട്രക്ഷൻ പ്രോസസ് വഴിയായിരിക്കും ചെയ്തത്. ദെൻ ക്ലോണിങ്. കൾച്ചർ ഓഫ് എ ബാക്ടീരിയ കണ്ടെയ്നിങ് ഡിസൈർഡ് ജീൻ ഫോളോഡ് ബൈ എക്സ്പ്രഷൻ ഓഫ് ദി ജനറ്റിക് ജീൻ പ്രൊഡക്ഷൻ yield a large quantity of desired protein. ക്ലോണിങ് വഴി കൾച്ചർ ഓഫ് ബാക്ടീരിയ നടത്തും. വിത്ത് ഡിസൈർഡ് ജീൻ ഉള്ള ബാക്ടീരിയനെ കൾച്ചർ ചെയ്യും. ദെൻ അപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻ യൂസിങ് DNA recombinant ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് B, പൈലോമ വൈറസ് വാക്സിൻസ്. നെക്സ്റ്റ് അതിൻ്റെ യൂസ് എന്തൊക്കെയാണ് വരുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിജൻ ആൻഡ് used in diagnostic kit. Production of antigen used in diagnostic kit. Then production of proteins used in therapies like insulin, interleukin 2, TNF, etc. Then transgenic animals will artificially introduce a foreign DNA into the genome of an animal, and transfection and this process of transfection and recombinant animal were named just transgenic animals trial നടത്താൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ജനറ്റിക് തെറാപ്പി ജീൻ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നുണ്ട് to replace a defective gene by introducing the normal gene into the patient. Okay. Now blotting. Different types of blotting എന്നതൊക്കെ southern, northern, western, eastern. southern എന്ന് പറയുമ്പോഴത്തേക്കും DNA. northern എന്ന് പറയുമ്പോഴത്തേക്കും RNA detection ആണ്. western blotting എന്ന് പറയുമ്പോഴത്തേക്കും protein detectionും. eastern blotting എന്ന് പറയുമ്പോഴത്തേക്കും it is a modification of western blot used to analyze protein for the post-translational modification using probes. They may detect lipid, carbohydrate. The protein മാത്രമല്ല, also detect lipids, carbohydrate, phosphorylation or any other protein modification.